നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് പൂരം നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ കേരളത്തിലെ തലയെടുപ്പുള്ള 38 ഗജവീരന്മാർ അണിനിരക്കും. പുരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. ചുണ്ടൽ വെട്ടുകാട് മേഖലയിൽ കേരള വിഷൻ CCTV കേബിളുകൾ വ്യാപകമായി പൊട്ടി. ഒരാഴ്ചക്കിടെ മേഖലയിൽ കേബിൾ പൊട്ടി ഇന്റർനെറ്റ് കേബിൾ TV സർവീസുകൾ തകരാറിലാകുന്നത് ഇത് രണ്ടാം തവണ. ചാവക്കാട് മണത്തല അയിനിപ്പുള്ളിയിൽ കട കുത്തിപ്പൊളിച്ച് മോഷണ ശ്രമം. കാണങ്കോട്ട് സ്കൂളിന് സമീപത്തുള്ള ഫുഡ് പ്ലാസ എന്ന ഹോട്ടലിലാണ് കവർച്ചാ ശ്രമം. പോലീസ് അന്വേഷണം തുടങ്ങി. വാർത്തകൾ വിശദമായി. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് പൂരം നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ കേരളത്തിലെ തലയെടുപ്പുള്ള 38 ഗജവീരന്മാർ അണിനിരക്കും. പുരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. പിന്നെ ഈ ഡോമാകെയറിൻ്റെ ഒരു 20 പേരും അതുകൂടാതെ ഡോമാകെയറിൻ്റെ ട്രാഫിക് സെക്ഷനിൽ ഒരു 50 പേരും, അങ്ങനെ മൊത്തം 80, 200 പോലീസുകാരും ഈ ഡോമാകെയറിൻ്റെ ആൾക്കാരും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ, ഫയർ സേഫ്റ്റിയുടെ ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നമുക്കവിടെ വരുന്നത് ഈ വരവാണ്. വരവ് നമ്മൾ പിന്നെ 6:30 മുതൽ 7:30 വരെയാണ് കൂട്ടിയെഴുന്നള്ളിപ്പ്. അതിന് പ്രധാനപ്പെട്ട കേരളത്തിലെ എല്ലാവിധ വലിയ ഗജവീരന്മാരും പങ്കെടുക്കുന്ന ഉത്സവമാണ് ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്ത് ക്ഷേത്രം. ദേവസ്വവക 5 ആനകളും ഉപകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 33 ആനകളും എഴുന്നള്ളിപ്പിനെത്തും. തലയെടുപ്പുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചെർപ്പുളശ്ശേരി രാജശേഖരൻ, ചിറക്കൽ കാളിദാസൻ, പുതുപ്പള്ളി കേശവൻ തുടങ്ങിയ ഗജവീരന്മാർ ഉത്സവത്തിന് കൊഴുപ്പ് പകരും. വൈകുന്നേരം 6:30 മുതൽ 7:30 വരെ കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടാകും. 96-98 ദേശങ്ങളാണ് സാധാരണ. 96-98 എന്നുള്ള ഒരു രൂപത്തിലാണ്. അത്ര ദേശങ്ങളുടെ തട്ടകത്തമ്മയായിട്ടാണ് മുലയംപറമ്പത്തമ്മ വാണാരുള്ളുന്നത് എന്നതാണ് സങ്കല്പം. അതുപോലെ തന്നെ 3 ജില്ലകളിൽ നിന്നും ആയിട്ടുള്ള എഴുന്നള്ളിപ്പുകൾ ഈ ചാലിശ്ശേരിയിൽ എത്തിപ്പെടാറുണ്ട്. അത് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിരിക്കും. ഇങ്ങനെ 3 ജില്ലകളിൽ നിന്നും ഒരു സ്ഥലത്തേക്ക്, ഒരു ക്ഷേത്രത്തിലേക്ക് ഈ ഉത്സവം, പ്രാദേശിക ഉത്സവാഘോഷ കമ്മിറ്റിക്കാരുടെ പരിപാടികൾ എത്തിച്ചേരുക എന്നുള്ളത് വളരെ അപൂർവമായിരിക്കും. മേളപ്രമാണി ചേരനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ ഗംഭീരമേളവും അരങ്ങേറും. തെയ്യം, തിറ, കരിങ്കാളി, ചോഴി, പൂതൻ, കരിവേഷങ്ങൾ, ശിങ്കാരിമേളം, തപ്പുമേളം തുടങ്ങിയ നാടൻ കലകളും പരമ്പരാഗത വേലകളും അണിനിരക്കും. പൂരത്തിന്റെ ഭാഗമായി 27-ന് വ്യാഴാഴ്ച പ്രസിദ്ധമായ പതിരുവാണിഭം നടക്കും. മത്സ്യവാണിഭത്തിന് പുറമെ കാർഷികോൽപ്പന്നങ്ങളും ഉപകരണങ്ങളും മൺപാത്രങ്ങളും വാണിഭത്തിൽ ഇടം പിടിക്കും. വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള മുത്തുമാലകൾ, കളിക്കോപ്പുകൾ, പാത്രങ്ങൾ എന്നിവ മുതൽ കൊട്ട, വട്ടി, ചക്ക, മാങ്ങ, ചൂൽ വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കെത്തും. സുരക്ഷയുടെ ഭാഗമായി CCTV നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂരനഗരി ഉൾപ്പെടെ 7 കിലോമീറ്റർ പ്രദേശം 3.5 കോടി രൂപയ്ക്ക് ഇൻഷുർ ചെയ്തതായി കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 200-ലേറെ പോലീസ് സേനയും 20-ലേറെ ട്രോമ കെയർ അംഗങ്ങളും ഫയർ യൂണിറ്റുകളും എലിഫന്റ് സ്ക്വാഡും ഫസ്റ്റ് എയ്ഡ് വിഭാഗവും സ്ഥലത്തുണ്ടാകും. ഭാരവാഹികളായ KK മുരളി, CK സുഷി, PP രതീഷ് മോൻ, KK സുബീഷ്, പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടുതൽ ആളുകൾ എത്തുക മാത്രമല്ല, കാർഷിക മേഖലയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകർ കൊടുന്ന് വിൽക്കുകയും അതുപോലെ തന്നെ കാർഷിക ഉപകരണങ്ങൾ കർഷകർക്ക് കിട്ടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ കാലത്തെ നാട്ടുചന്തകളെ അനുസ്മരിക്കുന്ന പല ഒരുവിധമുള്ള സാധനങ്ങൾ, ചന്ത എന്ന സ്ഥിതിയിൽ എല്ലാവിധ സാധനങ്ങളും ലഭിക്കുന്ന ഒരു വാണിഭമാണ്. മുലയംപറമ്പത്തുകാവ് പൂരാഘോഷത്തിന്റെ ഭാഗമായി കരിപ്പാലിസ് ന്യൂ ലൈറ്റ് കമ്മിറ്റി ഒരുക്കിയ 4 കിലോമീറ്റർ വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടന്നു. പടിഞ്ഞാറെ പള്ളിക്ക് സമീപം നടന്ന ചടങ്ങിൽ കൊട്ടാരത്തിൽ അപ്പുണ്ണി, മുതിരപ്പറമ്പത്ത് കുട്ടികൃഷ്ണൻ, ഷിജിത്ത്, കണ്ടരാമത്ത് പുഞ്ചയിൽ ഷാജു, ലൈറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ശശി കരിപ്പാലി എന്നിവർ ചേർന്ന് ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്തു. മുക്കുട്ട മുതൽ മെയിൻ റോഡ് സെന്റർ വരെയും അങ്ങാടി കല്ലുംപുറം റോഡ് മുതൽ അറക്കൽ സെന്റർ വരെയും റോഡിന് ഇരുവശവും വൈവിധ്യമാർന്ന ഡിസൈനുകളും തിളങ്ങുന്ന LED ദീപാലങ്കാരങ്ങളുമാണ് ഒരുക്കിയത്. പലയിടങ്ങളിൽ ദേവിമാരുടെ LED ചിത്രങ്ങളും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പാതയിലെ മരങ്ങളിൽ വിവിധ നിറത്തിലുള്ള ലൈറ്റുകൾ, സെൽഫി പോയിന്റുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. നാട്ടിലെ ജീവകാരുണ്യ രംഗത്തും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമാണ് കരിപ്പാലിസ് ന്യൂ ലൈറ്റ് കമ്മിറ്റി.
ചാവക്കാട് മണത്തല ഐനിപ്പുള്ളിയിൽ കട കുത്തിപ്പൊളിച്ച് മോഷണ ശ്രമം. കാണങ്കോട്ട് സ്കൂളിന് സമീപത്തുള്ള ഫുഡ് പ്ലാസ എന്ന ഹോട്ടലിലാണ് കവർച്ചാ ശ്രമം. വ്യാഴാഴ്ച പുലർച്ചെ സ്ഥാപനം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. ഷട്ടർ പകുതി തുറന്നിട്ടും പൂട്ട് പൊളിച്ച് പുറത്തിട്ടിരിക്കുന്ന സ്ഥിതിയായിരുന്നു. കൂടാതെ മേശയിൽ പണം സൂക്ഷിക്കുന്ന ഭാഗം തുറന്ന് വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ചില്ലറകൾ മോഷണം പോയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന പാൽ, വെള്ളം, ജ്യൂസ് തുടങ്ങിയവയെല്ലാം എടുത്ത് പുറത്ത് വലിച്ചു വാരിയിട്ട നിലയിലാണ്. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. ചൂണ്ടൽ വെട്ടുകാട് മേഖലയിൽ കേരള വിഷൻ CCTV കേബിളുകൾ വ്യാപകമായി പൊട്ടി. ഒരാഴ്ചക്കിടെ മേഖലയിൽ കേബിൾ പൊട്ടി ഇന്റർനെറ്റ്, കേബിൾ TV സംവിധാനങ്ങൾ തകരാറിലാകുന്നത് രണ്ടാം തവണയാണ്. തൃശൂർ കുന്നംകുളം പാതയിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ ആളൂർ വെട്ടുകാട് ചൂണ്ടൽ മേഖലയിലൂടെയാണ് കടന്നുപോകുന്നത്. കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ വീതി കുറഞ്ഞ റോഡിലൂടെ കടന്നുപോകുന്നതിന്റെ ഭാഗമായാണ് കേബിളുകൾ വ്യാപകമായി പൊട്ടിയിരിക്കുന്നത്. തൃശൂർ കുന്നംകുളം പാത നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനാൽ വാഹനങ്ങൾ കേച്ചേരിയിൽ നിന്ന് ആളൂർ മറ്റം കൂനമുച്ചി വഴി തിരിഞ്ഞു പോകുന്നതിനാണ് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ആളൂർ സെന്ററിൽ നിന്ന് വെട്ടുകാട് ചൂണ്ടൽ വഴിയാണ് വാഹനങ്ങളിലേറെയും കടന്നുപോകുന്നത്. പ്രധാന റോഡുകളുടെ വീതിയില്ലാത്ത ഈ റോഡിലൂടെ കണ്ടെയ്നർ ലോറികൾ പോലെയുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നതാണ് നിരന്തരമായി കേബിളുകൾ പൊട്ടുന്നതിന് കാരണമാകുന്നത്. എല്ലാ ദിവസവും കേബിളുകൾ പൊട്ടുന്നത് മൂലം കേബിൾ ഓപ്പറേറ്റർമാരും തൊഴിലാളികളും ദുരിതത്തിലായിരിക്കുകയാണ്. ഇതിനോടൊപ്പം ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെടുന്നതിനാൽ ഉപഭോക്താക്കളും വലയുകയാണ്. ഒരു സ്ഥലത്ത് അറ്റകുറ്റപ്പണി നടത്തി പ്രശ്നപരിഹാരം കാണുമ്പോഴേക്കും അടുത്ത സ്ഥലത്ത് കേബിൾ പൊട്ടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. കേരള വിഷന്റേത് പുറമെ സ്വകാര്യ കമ്പനിയുടെ കേബിളും KSEB ലൈനുകളും പൊട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ആളൂർ വെട്ടുകാട് റോഡിലൂടെ കടന്നുപോയ കണ്ടെയ്നർ ലോറിയിൽ തട്ടിയാണ് റോഡിന്റെ വശങ്ങളിലായി സ്ഥാപിച്ച കേബിളുകൾ വ്യാപകമായി നശിച്ചിട്ടുള്ളത്. ദ്രുതഗതിയിൽ അറ്റകുറ്റപ്പണി നടത്താൻ കേബിൾ ഓപ്പറേറ്റർമാരും തൊഴിലാളികളും സജീവമായി രംഗത്തുണ്ടെങ്കിലും അടിക്കടി കേബിളുകൾ പൊട്ടുന്നത് കേബിൾ ഓപ്പറേറ്റർമാരെയും തൊഴിലാളികളെയും ഒപ്പം ഉപഭോക്താക്കളെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ മുൻപ് നിശ്ചയിച്ച മാർഗനിർദ്ദേശം നടപ്പിലാക്കുന്നതിന് പോലീസ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് കേബിൾ ഓപ്പറേറ്റർമാരുടെ ആവശ്യം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ വടക്കാഞ്ചേരിയിൽ നടന്നു. സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ സംസാരിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, ഗുരുവായൂർ മേഖലയിലുള്ളവരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ലക്ഷങ്ങൾ ചെലവഴിച്ച് താൽക്കാലികമായി നിർമ്മിച്ച ബണ്ട് തകർന്നു. വ്യാഴാഴ്ച പുലർച്ചെയാണ് ബണ്ട് തകർന്നത്. ഇതോടെ റെഗുലേറ്ററിന്റെ നിർമ്മാണം പ്രതിസന്ധിയിലായി. റെഗുലേറ്ററിന്റെ പടിഞ്ഞാറു ഭാഗത്തായാണ് ബണ്ട് നിർമ്മിച്ചിരുന്നത്. പുലർച്ചെ 1 മണിയോടെ ശക്തമായ വേലിയേറ്റത്തെ തുടർന്നായിരുന്നു സംഭവം. റെഗുലേറ്ററിന്റെ അടിയിൽ നിന്നും ചെളിയും മണ്ണും നീക്കാൻ ഉപയോഗിച്ചിരുന്ന മണ്ണുമാന്തി യന്ത്രവും വെള്ളത്തിന്റെ അടിയിലായി. കോൺക്രീറ്റ് മിക്സിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങളും വെള്ളത്തിനടിയിലാണ്. 2 ആഴ്ച മുമ്പാണ് റെഗുലേറ്ററിന്റെ അടിയിലുള്ള മുഴുവൻ വെള്ളവും വറ്റിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അടിഭാഗം ആഴം കൂട്ടി ചെളി നീക്കി കോൺക്രീറ്റിംഗ് നടത്തി ബലപ്പെടുത്തുന്നതിനു വേണ്ടി 35 മീറ്റർ നീളത്തിലുള്ള കോൺക്രീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അനുബന്ധമായ കോൺക്രീറ്റിംഗും മറ്റു പ്രവൃത്തികളും തുടങ്ങാനിരിക്കവെയാണ് ബണ്ട് തകർന്ന് പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. താൽക്കാലികമായി ബണ്ട് നിർമ്മിക്കുമ്പോൾ ഇതിലെ അശാസ്ത്രീയതയെക്കുറിച്ച് നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഷെരീഫ് ചിറക്കൽ പറഞ്ഞു. ഈ ബണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ആളുകൾ പറഞ്ഞിരുന്നു ഇവിടെ കുറച്ചും കൂടി അത് സ്ട്രോങ്ങിൽ വേണം, കാരണം അല്ലെങ്കിൽ ബണ്ട് പൊട്ടാൻ, കാരണം വെള്ളത്തിൻ്റെ വാറ് വരുമ്പോൾ അത് മിക്കവാറും അത് പൊട്ടാൻ സാധ്യതയുള്ള ഇതിൻ്റെ പ്രവർത്തനത്തിൽ തുടക്കത്തിൽ തന്നെ ഇവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതൊന്നും വകവെക്കാതെയാണ് അവിടുത്തെ വർക്കർമാർ ഇത് ചെയ്തത്. ഇപ്പം ഉണ്ടായ സംഭവം ഇന്നലെ പണിക്കാരുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ അവിടെ നമുക്ക് അപകടം ജീവൻ തന്നെ പോകുമായിരുന്ന അവസ്ഥയായിരുന്നു. ഇപ്പം നമുക്കറിയാം JCB ഒക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ കണ്ടിരുന്നു. അത്രയും താഴ്ചയുള്ള ഒരു സ്ഥലമാണിത്. മുരളി പെരുന്നെല്ലി MLAയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തിയിരുന്നു. ഏപ്രിൽ അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യം മറികടക്കാൻ ഇനിയും ആഴ്ചകളോളം വേണ്ടിവരും. കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ നിർമ്മാണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെയാണ് ബണ്ട് തകർച്ച ഉണ്ടായത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ആരംഭിച്ചു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ സെമിനാറിന്റെ ഉദ്ഘാടനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാളം വിഭാഗം പ്രൊഫസർ ഡോക്ടർ P. സോമനാഥൻ നിർവഹിച്ചു. കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ PS. വിജോയ് അധ്യക്ഷനായി.
IQAC കോർഡിനേറ്റർ VN ശ്രീജ, മലയാള വിഭാഗം മേധാവി ഡോക്ടർ AM റീന, സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി ശങ്കർ, സെമിനാർ കോർഡിനേറ്റർ ഡോക്ടർ KS മിഥുൻ, മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ E ശ്രീലത എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വ്യക്തി സ്ഥലനാമ പഠനത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ദേശീയ സെമിനാറിന്റെ ആദ്യ ദിനത്തിൽ 4 സെഷനുകളിലായി 24 പേർ പ്രബന്ധാവതരണങ്ങൾ നിർവഹിച്ചു. സെമിനാറിന്റെ 2ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ 12 മണി വരെ നടക്കുന്ന സെഷനിൽ 5 പേരും ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ നടക്കുന്ന സെഷനിൽ 6 പേരും പ്രബന്ധം അവതരിപ്പിക്കും. തുടർന്ന് സമാപന ചടങ്ങും നടക്കും. ആംബുലൻസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രിക മരിച്ചു. ഗുരുവായൂർ കിഴക്കേനട മാവിൻചുവട് ജംഗ്ഷന് സമീപം ഇന്നലെ വൈകിട്ട് 6:30 അപകടം. കേച്ചേരി ചിറനല്ലൂർ കോഴിശ്ശേരി 48 വയസ്സുള്ള ലക്ഷ്മിയാണ് മരിച്ചത്. കൈപ്പറമ്പ് പെട്രോൾ പമ്പിൽ ജീവനക്കാരിയ ലക്ഷ്മി ഗുരുവായൂരിലേക്ക് പാർട്ട് ടൈം ജോലിക്കായി പോകുമ്പോഴായിരുന്നു അപകടം. രോഗിയുമായി തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കോട്ടപ്പുറം ലാസിയോ ആംബുലൻസുമായാണ് കൂട്ടിയിടിച്ചത്. ഗുരുതര പരിക്കേറ്റ ലക്ഷ്മിയെ ആക്സ് ആംബുലൻസിൽ കുന്നംകുളം മലങ്കര ആശുപത്രി പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി 10 മണിയോടെ മരണം സംഭവിച്ചു. കാർത്തികേയൻ ഭർത്താവും പ്രവീൺ, പ്രിയ എന്നിവർ മക്കളുമാണ്. കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നടന്ന പൂജകൾക്ക് കക്കാട് വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ശ്രീരുദ്ര ഹോമവും ജലധാരയും നടന്നു. മേൽശാന്തി സൗരവ് മിശ്ര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ചമകാഭിഷേകം, ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. രാത്രി NSS എരുമപ്പെട്ടി യൂണിറ്റ് അവതരിപ്പിച്ച തിരുവാതിരക്കളി ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ട്രസ്റ്റി അമ്പലപ്പാട്ട് മണികണ്ഠൻ, AM ഗോപിനാഥ്, അഡ്വക്കേറ്റ് നാരായണൻ നായർ, TR ഉണ്ണികൃഷ്ണൻ, NK ചന്ദ്രൻ, PA മുരളി, MK രമേശൻ, TM വിജയൻ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് തിരുവളഞ്ഞൂർ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ പുലർച്ചെ വിശേഷാൽ പൂജകൾ, വൈകിട്ട് ദീപാരാധന, തായമ്പക, രാത്രി വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടായി. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി. പ്രസിദ്ധമായ മണത്തല വിശ്വനാഥ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി കൊടിയേറ്റം നിർവഹിച്ചു. മാർച്ച് 7-നാണ് ഉത്സവാഘോഷം. മേൽശാന്തി MK ശിവാനന്ദൻ, ബിജു ശാന്തി എന്നിവർ ചടങ്ങിനെ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വർണ്ണമഴയും ഉണ്ടായി. രാത്രി 8:30 തിരുവാതിരക്കളി, നൃത്തം തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി. ഉത്സവം വരെയുള്ള 10 ദിവസവും രാവിലെ ചുറ്റുവിളക്കും പൂജയും, വൈകിട്ട് 7 മുതൽ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. പ്രസിഡന്റ് K പ്രധാൻ, സെക്രട്ടറി KR രമേശ്, ക്ഷേത്രം ട്രഷറർ A ജയകുമാർ, ഭാരവാഹികളായ KS അനിൽ, NG പ്രവീൺ കുമാർ, VR മുരളീധരൻ, AS രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ഐക്യദാർഢ്യ സദസ്സുകളും സർക്കാരിനെതിരെ പ്രതിഷേധവും സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കുലർ കത്തിച്ച് സമരം നടത്തി. നഗരസഭാ ഓഫീസിനു മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് OKR മണികണ്ഠന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമരാഗ്നി നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. പൂക്കോട് മണ്ഡലം പ്രസിഡന്റ് ആന്റോ തോമസ്, തൈക്കാട് മണ്ഡലം പ്രസിഡന്റ് BV ജോയ്, നേതാക്കളായ KPA റഷീദ്, CS സൂരജ്, ബാലൻ വാർനാട്ട്, സ്റ്റീഫൻ ജോസ്, രേണുക ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പന്നിത്തടം സെന്ററിൽ നടന്ന ക്യാമ്പയിൻ സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷയായി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സ്മിത മുരളി, കല്യാണി S നായർ, KR രാധിക, വിജിനി ഗോപി, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സജീവ് ചാത്തനാത്ത്, മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, യാവൂട്ടി ചിറമനേങ്ങാട് എന്നിവർ പങ്കെടുത്തു. പുന്നൂർകുളത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. കുന്നത്തൂർ പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആൽത്തറ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PP ബാബു അധ്യക്ഷനായി. കോൺഗ്രസ് ജില്ലാ മണ്ഡലം നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് വാർഷിക സമ്മേളനവും പുസ്തക പ്രകാശനവും നടന്നു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KSFEA ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ ചടങ്ങിൽ അധ്യക്ഷനായി. MK സുകുമാരൻ രചിച്ച ധർമ്മങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം റഫീഖ് അഹമ്മദ് നിർവഹിച്ചു. മെജോ ബ്രൈറ്റ് പുസ്തകം ഏറ്റുവാങ്ങി. വിശ്വഭദ്രാനന്ദ ശക്തിബോധി പുസ്തകം പരിചയപ്പെടുത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ സംഘടന റിപ്പോർട്ടും, ബ്ലോക്ക് സെക്രട്ടറി CG ജോബ്രാജ് പ്രവർത്തന റിപ്പോർട്ടും, ബ്ലോക്ക് ട്രഷറർ PP ത്രേസ്യ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CD ലൂസി അനുശോചനവും, ജോയിന്റ് സെക്രട്ടറി VK വേലു പ്രമേയങ്ങളും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KG പാറുകുട്ടി, ബ്ലോക്ക് രക്ഷാധികാരി PS വിഷ്ണു മാസ്റ്റർ, യൂണിറ്റ് സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു.
പരസ്പര സഹകരണവും സ്നേഹവും പരസ്പരമുള്ള മനസ്സിലാക്കലും ഒക്കെ തന്നെ അതിനൊക്കെ തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് ആണെന്ന് ലോകത്തെമ്പാടും അവർക്കാണ് കൂടുതലായിട്ട് പ്രാമുഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു തരത്തിൽ നമ്മളൊക്കെ തന്നെ വളരെയധികം ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പുതിയ തലമുറയുടെ ഏറ്റവും പുതിയ തലമുറ അവരുടെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഹിംസാത്മകത, അക്രമ പ്രവണതകൾ, ഓരോ ദിവസവും പത്രമോ ടിവിയോ നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്കുള്ളത്. ഒരിക്കലും പണ്ടൊക്കെ വളരെ അപൂർവം എന്ന് വിചാരിക്കാവുന്ന ഒരു കാര്യമാണ് മകൻ അമ്മയെ കൊല്ലുക അല്ലെങ്കിൽ അച്ഛനെ കൊല്ലുക എന്നൊക്കെ പറയുന്നത്. നമുക്ക് വളരെ ഞെട്ടലോട് കൂടിയിട്ട് വളരെ അപൂർവമായിട്ട് കേൾക്കുന്ന ഒരു സംഗതി വളരെയധികം സ്വാഭാവികമായി കഴിഞ്ഞിരിക്കുകയാണ്, ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. വടക്കേക്കാട് കപ്ലിയങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രം കുംഭഭരണി മഹോത്സവം മാർച്ച് 2 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 2-ന് നാട്ടുതാല ദിവസം വൈകിട്ട് 7 മണി മുതൽ നൃത്തനൃത്യങ്ങളും, മാർച്ച് 3-ന് അശ്വതിവേല ദിവസം രാത്രി 8 മണിക്ക് ശിവജി ഗുരുവായൂർ സംവിധാനം ചെയ്ത ചലച്ചിത്ര നടീനടന്മാർ അവതരിപ്പിക്കുന്ന ദൃശ്യവിരുന്നായ പൂമാത എന്ന നാടകവും, 4-ന് കുംഭഭരണി ദിവസം ഭഗവതിയുടെ താലമെഴുന്നള്ളിപ്പും, വിശേഷാൽ പൂജകൾക്കു ശേഷം വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന വടക്കുംവാതിൽ തുറക്കലും പട്ടും താലിയും ചാർത്തലും ഉണ്ടായിരിക്കും. പ്രശസ്തമായ തട്ടിന്മേൽക്കളിയും നടക്കും. വൈകിട്ട് തിറകയറ്റം, നാടൻ കലാരൂപങ്ങൾ, വിവിധ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി വേലകയറ്റവും ഉണ്ടായിരിക്കും. അടകുത്തി പുഴുങ്ങാൻ വന്നവരുടെ അടുപ്പിലേക്ക് മേൽശാന്തി തീപകരലും രാത്രി 7:30-ക്ക് മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും. കാർത്തിക ദിവസമായ മാർച്ച് 5-ന് വിശേഷാൽ പൂജകൾക്കു ശേഷം അടസമർപ്പണത്തിനു മുൻപ് 8 വർഷമായി മുടങ്ങിക്കിടക്കുന്ന താഴത്തേക്കാവ് ഭഗവതിയുടെ താലമെഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. തുടർന്ന് പ്രസാദകൂട്ട് നടക്കും. വടക്കുംവാതിലിൽ ഗുരുതിതർപ്പണവും, അടകുത്തി പുഴുങ്ങാൻ വന്നവരെ കോമരങ്ങൾ അരിയെറിഞ്ഞ് അയച്ചതിനുശേഷം നടയടയ്ക്കുന്നതോടുകൂടി കുംഭഭരണി മഹോത്സവത്തിന് സമാപനമാകും. ക്ഷേത്രം ട്രസ്റ്റി മണക്കുളത്തിൽ ദിവാകര രാജ, കപ്ലിയങ്ങാട് കാരണവർ ഗോവിന്ദൻകുട്ടി, ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികളായ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പ്രമോദ് കിളിയാമ്പറമ്പിൽ, സെക്രട്ടറി ധനീഷ് താമരശ്ശേരി, വൈസ് പ്രസിഡന്റ് അശോകൻ വെട്ടിശ്ശേരി, ജോയിന്റ് സെക്രട്ടറി വിജയൻ പയറ്റാംകുന്നത്ത്, ഓഫീസ് കോർഡിനേറ്റർ പ്രജീഷ് നടപ്പാട്ടിൽ, കമ്മിറ്റി മെമ്പർ PG വേലായുധൻ തുടങ്ങിയവർ അറിയിച്ചു. കണ്ടാണശ്ശേരി മ്യൂസിക് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണവും സംഗീത സായാഹ്നവും സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കണ്ടാണശ്ശേരി മാക് കേന്ദ്രത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. CPM ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട മാക് കുടുംബാംഗം കൂടിയായ KV അബ്ദുൽ ഖാദർ, ജോൺസൺ സ്മൃതി പുരസ്കാരം ലഭിച്ച സുരേഷ് ശങ്കർ, നടൻ കരുണൻ എന്നിവരെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തിളങ്ങിയ പ്രതിഭകളെയും ചടങ്ങിൽ ആദരിക്കും. ഭാവഗായകൻ P ജയചന്ദ്രനൊപ്പം പ്രവർത്തിച്ച കലാകാരന്മാരെ അണിനിരത്തി മാക് സംഗീത കൂട്ടായ്മ ഭാവഗീതങ്ങൾ എന്ന പേരിൽ ഒരുക്കുന്ന സംഗീത സായാഹ്നം പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥൻ നയിക്കും. എരുമപ്പെട്ടി മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി കുതിരവേലയുടെ പറപ്പുറപ്പാട് നടന്നു. ക്ഷേത്ര മേൽശാന്തി വിഘ്നേശ്വരൻ എമ്പ്രാന്തരിയുടെ കാർമ്മികത്വത്തിൽ ചുറ്റുവിളക്ക്, ദീപാരാധന, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ഭഗവതി കോമരം ഹരിദാസ് കാഞ്ഞിരക്കോട് പറയെടുപ്പ് നടത്തി. കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ചിറക്കൽ നിതീഷ് എന്നിവർ അവതരിപ്പിച്ച ഡബിൾ തായമ്പക അരങ്ങേറി. മാർച്ച് 4-നാണ് കുംഭഭരണി കുതിരവേല ആഘോഷിക്കുക. പുരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മുരളി കിഴക്കൂട്ട്, സെക്രട്ടറി ബാബു വടതല, ട്രഷറർ സുരേഷ് ഇറക്കത്ത്, ദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു മങ്ങാട്, സെക്രട്ടറി വിഷ്ണു വിൽക്കൂറ്റിൽ, ട്രഷറർ മനീഷ് വള്ളിക്കാട്ടിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയുടെ 56-ാം വാർഷികവും നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സസ് അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയതിന്റെ ആഘോഷവും നടന്നു. ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നിർമ്മല പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സാലി പോൾ അധ്യക്ഷയായി. NABH സർട്ടിഫിക്കറ്റ് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപറമ്പിൽ നിന്നും ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം ഏറ്റുവാങ്ങി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യപ്രഭാഷണം നടത്തി. ചുണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അനുമോദന പ്രഭാഷണവും ആശുപത്രി ചാപ്പൽ കപ്ലൈൻ ഫാദർ വിൻസെന്റ് ചിറക്കൽ മണവാളൻ അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു.
ചുണ്ടൽ സാന്തോം ഇടവക വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എ മുഹമ്മദ് ഷാഫി, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, ഗ്രാമപഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം, ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ CJ ജോസഫ്, സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ലിസ പോൾ, നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ജസ്ന എന്നിവർ സംസാരിച്ചു. ചുണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി ക്വാളിറ്റി അക്രഡിറ്റേഷൻ ഓഫീസർ നിഷ രമേശിനെ ചടങ്ങിൽ ആദരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം 2025 പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ദീപശിഖ തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും ഉപയോഗിച്ച് താപമോചക പ്രവർത്തന തത്വം അടിസ്ഥാനമാക്കിയുള്ള രീതിയിലാണ് ദീപശിഖ തെളിയിച്ചത്. തൃത്താല ഉപജില്ലാ ഓഫീസർ കെ പ്രസാദ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ, തൃത്താല BPC കെ ദേവരാജൻ, അധ്യാപകരായ CV സുനിൽ, AV സുമ, ശാലിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലുള്ള പ്രദർശനങ്ങളും ഉണ്ടായി. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പറവകൾക്ക് സ്നേഹ തണ്ണീർ കുടം പദ്ധതിയുടെ ബ്രോഷർ കവിയും ഗാനരചിതാവുമായ റഫീഖ് അഹമ്മദിനെ വസതിയിൽ വെച്ച് കൈമാറി. സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് N, ജില്ലാ കമ്മിറ്റി അംഗം PC തോംസൺ എന്നിവർ പങ്കെടുത്തു. പെരുമ്പില വൻസാർ സ്കൂൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ 24ാമത് വാർഷികാഘോഷം വിസ്മയം 2K25 എന്ന പേരിൽ ആഘോഷിച്ചു. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗാനരചിതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായ റഷീദ് പാറക്കൽ നിർവഹിച്ചു. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അൻസാർ ആശുപത്രി ഡയറക്ടർ K മുഹമ്മദ് കുട്ടി, സ്കൂൾ PTA പ്രസിഡന്റ് സലീം തൃത്താല എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 22 വർഷം സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന അധ്യാപിക ലത ബാലകൃഷ്ണനെ പ്രിൻസിപ്പൽ VK ഫൗസിയ ഉപഹാരം നൽകി ആദരിച്ചു. ലത ബാലകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കണ്ടാലശ്ശേരി പഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാടശേഖരങ്ങൾക്കുള്ള സ്പ്രയർ വിതരണം ചെയ്തു. EK നയനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷക്കീല ഷമീർ, NA ബാലചന്ദ്രൻ, നിവ്യ റിനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, AA കൃഷ്ണൻ, സെബീന റിറ്റോം, TO ജോയ്, അഡ്വക്കേറ്റ് PV നിവാസ്, കൃഷി ഓഫീസർ ഗായത്രി, കൃഷി അസിസ്റ്റന്റ് അനൂപ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 4 പാടശേഖര സമിതികൾക്കായി 45,000 രൂപ ചെലവഴിച്ച് 8 സ്പ്രയറുകളാണ് നൽകിയത്. പാടശേഖര സമിതി ഭാരവാഹികളും അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. മുസ്ലിം ലീഗ് ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചാരമുക്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി കുടിവെള്ള കൂജ സ്ഥാപിച്ചു. ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം ട്രഷറർ ലത്തീഫ് പാലയൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മു അധ്യക്ഷത വഹിച്ചു. ഓട്ടോ ഡ്രൈവർമാർക്ക് ബോട്ടിൽ വെള്ള വിതരണവും പറവകൾക്കായി കുടിവെള്ള പാത്രങ്ങളും സ്ഥാപിച്ചു. സജി മോസ്കോ, നൌഷാദ് നെടുമ്പറമ്പ്, PV മനാഫ് അങ്ങാടി, ഹംസ അമ്പലത്ത്, ഹംസ കുന്നിക്കൽ, ബാപ്പു, AK ഹംസ, രവി തുടങ്ങിയവർ സംസാരിച്ചു. ഓട്ടോ ഡ്രൈവർമാർ വാട്ടർ ബോട്ടിലുകൾ ഏറ്റുവാങ്ങി. അബ്ദുള്ള തൈക്കാട് സ്വാഗതവും AK ഹംസ നന്ദിയും പറഞ്ഞു. പെരുമ്പില വൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ബറാഇമുൽ ഖുർആൻ ആനുവൽ ഹിഫ്ദ് മീറ്റ് സംഘടിപ്പിച്ചു. അൻസാർ വാല്യൂ എഡ്യൂക്കേഷൻ ഡയറക്ടർ EM മുഹമ്മദ് അമീൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഹാഫിദ് ഷാക്കിർ കോക്കൂർ മുഖ്യാതിഥിയായി. ഹിഫ്ദ്, തിലാവ, ഖുർആൻ ട്രാൻസ്ലേഷൻ, സിലാസിലാത്തുൽ ആയത്, സ്കിറ്റ്, പാനൽ ഡിസ്കഷൻ തുടങ്ങി വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങൾ അരങ്ങേറി. ഹിഫ്ദ് മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ EM ഫിറോസ്, വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ തുടങ്ങിയവർ ട്രോഫികൾ നൽകി. ജൂനിയർ പ്രിൻസിപ്പൽമാരായ സലീന ഖാദർ, സാജിദ റസാഖ്, രവ്യ KR, ഷബിദ EM, ഫരീദ E മുഹമ്മദ്, ബബിത, അക്കാദമിക് കോർഡിനേറ്റർ നിമ്മി MK എന്നിവർ നേതൃത്വം നൽകി. അൻസാർ സ്കൂൾ ഓഫ് ഖുർആൻ HOD ഹാഫിദ് ഗാസി അമ്മാർവി സ്വാഗതവും ഹാഫിദ് ഷമീമുദ്ദീൻ നന്ദിയും പറഞ്ഞു. പെരുമ്പില വൻസാർ ഇംഗ്ലീഷ് സ്കൂൾ LP വിഭാഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഫ്ലവർ ഫെസ്റ്റ് എന്ന പേരിൽ ഭക്ഷ്യമേളയും കിഡ്സ് ഫ്ലെക്സ് എന്ന പേരിൽ ചലച്ചിത്രോത്സവവും സംഘടിപ്പിച്ചു. ഭക്ഷ്യമേളയോടെ ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജി മുഹമ്മദ് മേള ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ EM ഫിറോസ്, വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ, LP വിഭാഗം ജൂനിയർ പ്രിൻസിപ്പൽ ഷബിദ MM എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരുടെ പാചക വിഭവങ്ങളാണ് വിവിധ സ്റ്റാളുകളിലായി ഒരുക്കിയത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 8,010 രൂപ, സ്വർണം പവന് 64,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി 105 രൂപ. ചർമ്മം കടങ്ങോട് റൈസ് മിൽ സ്വദേശി അഡ്വക്കേറ്റ് PB വിദ്യ നിര്യാതയായി. 32 വയസ്സായിരുന്നു. അസുഖബാധിതയായി ദയ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച കാലത്ത് 8 മണിക്ക് ചെറുതുരുത്തി ശാന്തിതീരത്ത് നടക്കും. പഴുന്നണ തെക്കേക്കര കുര്യാക്കോസ് ഭാര്യ റോസിലി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം പുതുശ്ശേരി സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ബീന, ബിന്ദു, ബിജു എന്നിവർ മക്കളാണ്. കൂനമുച്ചി പന്നിശ്ശേരി പൊന്നരാശ്ശേരി ഗോപാലൻ ഭാര്യ തങ്ക നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി ക്രിമിറ്റോറിയത്തിൽ നടക്കും. ഗോപൻ, ഗോപിഷ, ഗോപിക, ഗോകുല എന്നിവർ മക്കളാണ്. വാഗ കുന്നത്തുള്ളി കുമാരൻ ഭാര്യ കോമള നിര്യാതയായി. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പ്രജിത, പ്രസീത, പ്രഭിത എന്നിവർ മക്കളാണ്. കോട്ടപ്പടി അങ്ങാടി പുത്തൂർ വിൻസൻ മകൾ ആൻബല്ല നിര്യാതയായി. 23 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് കോട്ടപ്പടി സെന്റ് ലാസ്റ്റേഴ്സ് ദേവാലയത്തിൽ നടക്കും. ആലീസ് മാതാവും ഐറിൻ, ആൽവിൻ എന്നിവർ സഹോദരങ്ങളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ചാലശ്ശേരി മുലയംപറമ്പത്തുകാവ് പൂരം നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കുട്ടികാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ കേരളത്തിലെ തലയെടുപ്പുള്ള 38 ഗജവീരന്മാർ അണിനിരക്കും. പുരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക്. ചൂണ്ടൽ വെട്ടുകാട് മേഖലയിൽ കേരള മിഷൻ കേബിളുകൾ വ്യാപകമായി പൊട്ടി. ഒരാഴ്ചക്കിടെ മേഖലയിൽ കേബിൾ പൊട്ടി. ഇന്റർനെറ്റ്, കേബിൾ TV സംവിധാനങ്ങൾ തകരാറിലാകുന്നത് ഇത് 2ാം തവണ. ചാവക്കാട് മണത്തല അയിനിപ്പുള്ളിയിൽ കട കുത്തിപ്പൊളിച്ച് മോഷണശ്രമം. കാണങ്കോട്ട് സ്കൂളിന് സമീപത്തുള്ള ഫുഡ് പ്ലാസ എന്ന ഹോട്ടലിലാണ് കവർച്ചാശ്രമം. പോലീസ് അന്വേഷണം തുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.